കിങ്കണത്തിൻ്റെയും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹുമൂർ ഫിഷ് കൊണ്ടുള്ള ഒരു ഗ്രില്ലാണ്. ഞാനിത് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റോടെ കഴിച്ചു. അപ്പോൾ എന്നാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കട്ട് ചെയ്താണ് ഹുമൂർ ഫിഷ് വാങ്ങിച്ചത്. പുറകുവശത്ത് നന്നായി പിളർന്ന് ഇതുപോലെ ആണ് ഇത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു. ഈ ഫിഷിനെ നമ്മൾ വെള്ളം തോരാൻ വേണ്ടി ഒരു സ്ട്രെയിനറിനകത്താക്കി വെച്ചു. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. നാരങ്ങ, സവാള, വെളുത്തുള്ളി, ഇത് സെലറി ലീഫാണ്, ഇത് സ്പൈസിയാണ്, അതേപോലെ കറിവേപ്പില, പച്ചമുളക്, തക്കാളി. നമ്മളൊരു പാൻ റെഡിയാക്കിയിട്ട് ഓവനകത്ത് വെച്ചും ഫ്രൈ പാനിലും എല്ലാം ഇത് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. 4 ഫിഷ് ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പം ഓരോ രീതിയിലാണ്. അപ്പോൾ ആദ്യം ഞാൻ മസാല എന്ന് ഒരു അലൂമിനിയം ഫോയിലിനകത്ത് മിക്സ് ചെയ്യാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ബാസിലിൻ്റെ ലീസ്, മറ്റ് സ്പൈസസായ ഒറിഗാനോ പോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഗ്രില്ലല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ, ടേസ്റ്റിന് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മളിതുണ്ടാക്കുന്നത്. ഇത് ബാസിലിൻ്റെ ലീഫ്, പിന്നെ ഒറിഗാനോയുടെ ഒക്കെ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ അലൂമിനിയം ഫോയിലിനകത്തേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഇതിനകത്ത് അവശേഷിക്കുന്ന മസാലയും ഒരു മീനകത്ത് ചേർക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് മസാല വേസ്റ്റാകത്തില്ല. എല്ലാം വേറെ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് നമ്മളിതിനാദ്യം മിക്സ് ചെയ്യുമ്പോൾ അതിൽ കുറേ പറ്റി പിടിക്കും, അങ്ങനെയൊക്കെ വേസ്റ്റാകാൻ സാധ്യതയുണ്ട്. ഇത് പൊടിയായിട്ട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മീൻ വേണ്ടുന്ന അലൂമിനിയം ഫോയിലെടുത്ത് അതിലേക്ക് നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്യുന്നു. ബട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്രൗണിഷ് കളർ കിട്ടാനും ഒരു ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് വെളുത്തുള്ളി, സവാള അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം ആദ്യം ഒന്ന് ലെയർ ചെയ്യും. ഈ അലൂമിനിയം ഫോയിലായിട്ട് മീൻ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാലും കുറച്ച് ചെയ്യാൻ വേണ്ടി 3-4 മോഡൽസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഞാനിവിടെ വിശദമാക്കുന്നുണ്ട്. ഇനി ഞാൻ മീനെടുത്തിട്ട് അതിനകത്ത് ആദ്യം ശകലം നാരങ്ങ നീരൊന്ന് അപ്ലൈ ചെയ്യും. എന്നിട്ട് മസാല നമ്മൾ പൊടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ വെള്ളമയം ഉണ്ടല്ലോ, അപ്പോൾ അത് പിടിക്കും. അതുകൂടാതെ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുണ്ട് 2 മണിക്കൂറോളം. ഞാൻ 2 ദിവസത്തോളം ഉപയോഗിച്ച് 3-4 ഫിഷ് ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യമായിട്ടാണ് അത് ഫ്രൈ ചെയ്ത് ഉപയോഗിച്ചത്. പിന്നെ അതിനകത്ത് നമ്മളിതുപോലെ വെളുത്തുള്ളിയും അരിഞ്ഞതും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേറെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നമ്മളിതിന് ഫോൾഡ് ചെയ്യുന്നു. ആദ്യത്തെ ഫിഷ് അങ്ങനെ റെഡിയാക്കി.
കൂടി തന്നെ ഫ്രൈ പാനകത്ത് വെച്ച് ഞാൻ വീണ്ടും ചെയ്ത് നോക്കി. അപ്പോൾ അതും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാം. അത് ഫ്രൈ പാനിൽ അലൂമിനിയം ഫോയിലോട് കൂടി വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തു. ഇങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം വേകണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് കുറച്ച് നേരമൊക്കെ വെച്ചു. അതിനുശേഷം അത് നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം അലൂമിനിയം ഫോയിൽ അങ്ങ് മാറ്റി ഈ നമ്മൾ നേരത്തെ മസാല പറ്റി വെച്ചിട്ട്, എന്നിട്ട് അത് അലൂമിനിയം ഫോയിൽ മാറ്റി ഡയറക്റ്റ് പാനിലിട്ട് ഒരു 3-4 പച്ചമുളകൊക്കെ അതിൻ്റെ സൈഡിലിട്ട് അടിപൊളിയാക്കി. അങ്ങനെ മൂന്നാമത്തെ മീനും നമ്മളതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. അതും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്.